നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്യാതിരുന്നിരുന്ന ഒരു സംഭവം തന്നെയാണ് ഫേസ് പാക്കാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായില്ലേ നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നേരം കളയേണ്ട ആ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിൽ കുറേ പേർക്കെങ്കിലും ഉള്ളൊരു പ്രോബ്ലമാണ് മുഖക്കുരു, അല്ലെങ്കിൽ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കുറച്ച് പാടുകൾ, സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതെല്ലാം പോകാനായിട്ട് കുറച്ച് കാലവും പിടിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അതൊരു അഭംഗിയും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4 ഐറ്റംസ് മതി. അതിൽ ഒന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ക്യാരറ്റ്, 2 കടലമാവ്, പിന്നെ തേൻ, കറുവാപ്പട്ട. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇതിലുള്ള ക്യാരറ്റും അതുപോലെ നമ്മുടെ കറുവാപ്പട്ട, ഈ സാധനങ്ങൾ രണ്ടും പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നെല്ലാം നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, ഉള്ളിലെ പോസിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ തേൻ എല്ലാവർക്കും അറിയാം, നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പിമ്പിൾസും മാറിക്കിട്ടും. അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും നല്ലൊരു ഭംഗി, നമ്മുടെ ഫേസിന് നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഗ്ലേസിങ് ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക്. ഇതുണ്ടാക്കുന്നത് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക, കുറച്ച് പീസസ് ആക്കുക. അതിൻ്റെ തൊലി ഞാൻ കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് കുറച്ച് പീസസ് ആക്കി. ആക്ച്വലി ഇതിൽ ക്യാരറ്റ് ഞാൻ നേരെ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കല്ല ചെയ്തത്. ക്യാരറ്റ് ആദ്യം അടിച്ചെടുത്തു, അതിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു. കടലമാവിൻ്റെ പൊടി 1.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ 2 നുള്ള് കറുവാപ്പട്ട. ഇത്രയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊക്കെ കൂടി ഒന്നുകൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടി. നിങ്ങൾക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ ആക്കാൻ വേണ്ടിയിട്ട് കടലമാവിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുടി മസ്റ്റായിട്ടൊന്ന് ടൈ ചെയ്ത് വെക്കണം, അതായത് ഒന്ന് കെട്ടി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എല്ലായിടത്തും പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ മുടി ഒന്ന് കെട്ടി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചു. ഇനി ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാം. ഏതൊരു പാക്ക്, ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ മുമ്പേ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നത്. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. യാതൊരു നിർബന്ധമില്ല കേട്ടോ ബ്രഷ് വേണമെന്നുള്ളത്. നിങ്ങൾക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് വീഡിയോ എടുക്കുന്നത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇത് വേഗയുടെ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം.
നന്നായിട്ട് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യുക. ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാ വീഡിയോസിലും അത് പറയാറുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും അഥവാ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഇടയിലെ കറുത്ത കുത്ത് കാണുന്നത് കറുവാപ്പട്ട ഞാൻ പൊടിച്ചതിൽ ഉള്ള കുറച്ച് വലിയ തരികളാണ് കേട്ടോ. ഡ്രസ്സിലൊക്കെ ആയി കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ അത്ര നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്തായാലും ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലായിടത്തും പാക്ക് അപ്ലൈ ചെയ്തു. ഇനി ഇതൊരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കഴിക്കണം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് പോയതിന് ശേഷം നമ്മളൊരു ടവൽ വെച്ചിട്ട്, ക്ലീൻ ആയിട്ടുള്ളൊരു ടവൽ വെച്ചിട്ട് മുഖത്തും കഴുത്തിലുള്ള വെള്ളമൊക്കെ തുടച്ചെടുത്തു. അതിനിടയിൽ കണ്ടു വാഷ് ചെയ്തപ്പോൾ ആ നീര് മുഴുവൻ നനഞ്ഞു പോയി കേട്ടോ. ഇങ്ങേയറ്റം വരെ നനഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു നല്ല ടവലെടുത്ത് തുടച്ചതിന് ശേഷം വാഷ് ചെയ്താൽ മതിയായിരുന്നു. കാരണം കഴുത്തിൻ്റെയൊക്കെ സൈഡിൽ നന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം അങ്ങ് ആഘോഷിച്ചങ്ങ് ഒഴിച്ചു. സാധനം ഈ പാക്ക് ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ, സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈ പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം മുതൽ 3 ദിവസം വരെ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജ്വലി മുഖത്തൊരു ഇല്ലാണ്ടായിട്ട് വരും. നന്നായിട്ട് റെഡ്യൂസായിട്ട് നല്ലൊരു കൺട്രോളിലെത്തും നമ്മുടെ. അങ്ങനെയുള്ളൊരു പാക്കാണിത്. വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.